ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊരു വലിയ പണിയായിട്ടാണ് വന്നേക്കുന്നത്. ഒരു പണിയല്ല കേട്ടോ, ഒരു ലോഡ് പണിയാന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറേ ഇലിമ്പം പുളി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 25 കിലോയോളം വരുമെന്ന് കരുതുന്നു. ഞാൻ വെയിറ്റ് എടുത്തിട്ടില്ല. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് എടുക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. എന്തായാലും ഒരു 25 കിലോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വാങ്ങിച്ചല്ല കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇതുപോലെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഇഷ്ടംപോലെ ഇലിമ്പം പുളി നിപ്പുണ്ട്, വേണമെങ്കിൽ പറിച്ച് ഉണക്കി അച്ചാറിടാമല്ലോ, വെറുതെ നശിച്ചു പോവുക, ഇവിടെ ആർക്കും വേണ്ട, പൊഴിഞ്ഞു പോവുക പഴുത്തിട്ട് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെയാണ് ചേട്ടൻ പോയി അത് അത്രയും പറിച്ചുകൊണ്ട് വന്നത്. പറിച്ചതല്ല, അവർ തന്നെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചാക്കിനകത്ത്. അതിങ്ങോട്ട് എടുത്തുകൊണ്ട് പോരുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് ഞങ്ങളുടെ ഇവിടെ പറയുന്ന പേര് പുളിച്ചിക്ക എന്നാണ് കേട്ടോ, പക്ഷേ ചേട്ടനൊക്കെ പറയുന്നത് ഇലിമ്പം പുളി എന്നാണ്. അപ്പം ഞാനത് കേട്ട് ഇപ്പം ഞാനും അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ എന്തോ പറയുന്നതെന്നോട് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അങ്ങനെ ഞാൻ ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ഇതിനെ ഒരു 4ആയിട്ട് കീറി എടുക്കുകയാണ്. നല്ല നീളമുള്ളതിന് നടുക്കൂടെയും കൂടെ ഒന്ന് കീറും. അപ്പോൾ 8 പീസായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് കാണുന്ന പോലെ അത്ര എളുപ്പപ്പണിയൊന്നും അല്ല കേട്ടോ, കുറേ ഉണ്ട്. ഞാൻ രാവിലെ കുത്തിയിരിക്കാൻ തുടങ്ങിയതാണ്. നടുവെല്ലാം ഒരു പരുവായിട്ടുണ്ട്. അവസാനം എൻ്റെ മോന് തന്നെ എന്നെ കണ്ടിട്ട് സങ്കടമായിട്ട് അവനും കൂടെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. അതായത് അവൻ എൻ്റെ തലയും വാലും എല്ലാം കണ്ടിച്ച് തരും. അപ്പോൾ എനിക്ക് ജസ്റ്റ് അതൊന്ന് കീറിയിട്ടാൽ മതി. അതെനിക്ക് ഒത്തിരി ഹെൽപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ കഷ്ടപ്പെട്ട് ഏകദേശം ഒരു 1/4 ഭാഗമായിട്ടുണ്ട് കേട്ടോ, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം. അടുത്ത് ബാക്കിയുള്ളതും കൂടെ അരിഞ്ഞെടുക്കാവേ. ഇത് നമ്മൾ ഇതുപോലെ പച്ചയ്ക്ക് അച്ചാറിടുവാണെങ്കിൽ അധികം ദിവസം ഇരിക്കത്തില്ല. 1-2 ആഴ്ച ആവുന്നതിന് മുമ്പ് അത് ചീത്തയായി പോകും, നല്ലപോലെ അലന്നങ്ങ് പോകും. പക്ഷേ നമ്മൾ ഇതുപോലെ അരിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഉണക്കി അച്ചാറിടുവാണെങ്കിലുണ്ടല്ലോ ഒത്തിരി നാളിത് ഇതുപോലെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. നമ്മുടെ മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഇലിമ്പം പുളി കഴിച്ചാൽ രക്തം വെള്ളമായി പോകും, അത് കാരണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷേ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇലിമ്പം പുളി വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഹൈ BP നിയന്ത്രിക്കാനായിട്ട് ഈ ഇലിമ്പം പുളി ഉണ്ടല്ലോ, ഇത് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നതും ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഇത് ഒത്തിരി നല്ലതാണ്. വിറ്റാമിൻ C ഒത്തിരി അടങ്ങിയിട്ടുള്ളതിനാൽ ചുമ, ജലദോഷം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ്. ഇതിലെ കാൽഷ്യം പല്ലുകളുടെയും എല്ലുകളുടെയും ബലത്തിന് സഹായിക്കുന്നു. എന്നാൽ അധികമായാൽ പല്ലിൻ്റെ ഇനഹമലിന് കേട് സംഭവിച്ചേക്കാം കേട്ടോ. പിന്നെ ചൊറി, ചിരങ്ങ് തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇലിമ്പം പുളിയുടെ ഇല അരച്ച് പുരട്ടുന്നതും ഫലപ്രദമാണ്. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, അധികമായാൽ അമൃതും വിഷം. അത് കരുതി വേണം നമ്മൾ ഓരോന്നും കഴിക്കാനും കൂട്ടാനും ഒക്കെ. അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ ഇലിമ്പം പുളി മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞപ്പം ഏകദേശം 21.5 കിലോ ഉണ്ടായിരുന്നു. അതിനൊരു 600-650 ഗ്രാം ഉപ്പാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഒരു 200 ഗ്രാം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിലുള്ള പുളിവെള്ളം എല്ലാം ഇറങ്ങിപ്പോവും. അത് നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉണക്കാൻ വയ്ക്കാനേ. എന്നാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ ചെയ്ത് എടുത്തിട്ട് വരാവേ. അങ്ങനെ ഞാൻ നമ്മുടെ പുളിച്ചിക്ക അല്ലെങ്കിൽ ഇലിമ്പം പുളി എല്ലാം ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 21.5 കിലോ ഇലിമ്പം പുളി എടുത്തതാണ്. ഇപ്പം എനിക്ക് ഉണക്കിയപ്പോൾ കിട്ടിയിരിക്കുന്നത് ആകെപ്പാടെ 2 കിലോയും 100 ഗ്രാം. ഞാൻ വെയിറ്റ് നോക്കിയായിരുന്നു, 2 കിലോയും 100 ഗ്രാമും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് വെയിലത്തിടുവാണെങ്കിൽ ഒരു 3-4 ദിവസം നമ്മൾ വെയിലത്തിട്ട് മറിച്ച് കൊടുത്ത് ഉണക്കിയെടുക്കണം. ഡീഹൈഡ്രേറ്റഡിൽ ഇടുവാണെങ്കിൽ ഒരു 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ നമുക്ക് ഇട്ട് ഉണക്കിയെടുക്കാം. എന്തായാലും ഞാനിവിടെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊക്കെ കൊണ്ടുപോയി ഒന്ന് ഇടണ്ടായോ? എന്നാൽ അച്ചാറിട്ടിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം ഒന്ന് ഓർഡർ ചെയ്തേക്കണം, ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ശരിക്കും ഇങ്ങനെ തന്നെ കഴിച്ചാലേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, നമ്മുടെ മാങ്ങയൊക്കെ ഉണക്കിയതുപോലെയുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.